ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇതെന്താ പരിപാടി എന്നല്ലേ? അപ്പോൾ ഓണാഘോഷ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുന്നുമ്മൽ ദേശത്ത് ഭാരതാംബ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ഗംഭീരമായൊരു ഓണാഘോഷ പരിപാടി നടന്നിരുന്നു. ലെമൺ ആൻഡ് സ്പൂണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ റെഡിയാക്കി എൻ്റെയൊക്കെ ഒരു ഓട്ടം, എൻ്റെ അമ്മോ ഓടടാ ഓട്ടം. അപ്പോൾ 2-3 റൗണ്ട് മത്സരങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവസാന പ്രൈസിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അടുത്ത മത്സരം എന്ന് പറയുന്നത് നമ്മുടെ ബിസ്ക്കറ്റ് തീറ്റയായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. നമ്മുടെ നെറ്റിമേൽ മേരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് വെച്ചു. അപ്പോൾ അത് നമ്മളിങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് അനക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കാണികളാണെങ്കിൽ ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ചെയറുകൾ കണ്ടപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ബിസ്ക്കറ്റ് കഴിക്കാൻ നോക്കി ഫെയിലായിട്ട് എഴുന്നേറ്റ് പോയവരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ അവസാന റൗണ്ടിലേക്ക് എത്തിയ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വിജയിയായിട്ട് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ശാലിനി ചേച്ചിയാണ് കേട്ടോ. ശാലിനി ചേച്ചി ബിസ്ക്കറ്റ് കഴിച്ച് ഇറങ്ങി വരികയാണ്. അടുത്തത് 2ാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ്. അപ്പോൾ 2ാം സ്ഥാനം ആർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ 3 പേരും ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് കേട്ടോ. 2ാം സ്ഥാനം അങ്ങനെ എനിക്കും കിട്ടി. അത് കഴിഞ്ഞ ശേഷം മൈദയിൽ നിന്ന് ഊതി കോയിനെടുക്കലായിരുന്നു കേട്ടോ. അതിനും അങ്ങനെ തന്നെ എനിക്ക് 2ാമതായിരുന്നു, സെക്കൻഡ് പ്രൈസായിരുന്നു കിട്ടി. പിന്നീട് ചാക്കിലോട്ടോ. എൻ്റെ പൊന്നു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചാക്കിലോടുന്നത് കേട്ടോ. ദൈവഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേനും നമ്മുടെ കലാകായിക പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു. കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ മാത്രമാണിത്. വൈകിട്ടായപ്പോൾ സമ്മാനദാനമൊക്കെ ആയി. പിന്നെ കുട്ടികളുടെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്പവലിക്ക് എൻ്റെ ടീമിനായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നത്. അപ്പോൾ സമ്മാനങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം ഞാൻ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ലിപ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് പാട്ടാണ് ഞാൻ പാടുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലൂ തരാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസ്റ്റർ പീസ് സോങ്ങാണ് ഞാൻ പാടുന്നുള്ളത്. അപ്പോൾ ഏതാണെന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് ഗസ് ചെയ്യണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വേളകളെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വളരെ വിരളമായി കാണുന്ന കാഴ്ചയാണ്. കാരണം എല്ലാവരും തിരക്കുകളും കാര്യങ്ങളും മറ്റായിട്ട് ഇങ്ങനെയുള്ള ഓണാഘോഷ പരിപാടികളൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാനില്ല. അപ്പോൾ നമ്മുടെ ഈ കുന്നുമ്മൽ ദേശത്ത് വീണ്ടും ഈ ഒരു പരിപാടികളൊക്കെ പുനരാരംഭിച്ചു. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നല്ല രീതിയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള വേളകൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. അപ്പോൾ ഓണത്തിൻ്റെ നല്ല കുറേ ഓർമ്മകൾ, അതായത് പഴയകാല കുറേ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടികളുടെയും വീഡിയോ പുറത്തിണക്കി ഞാൻ വലിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളെ ടൈം ഇത്തിരി കൂടിയത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൽ നിന്നൊക്കെ വെട്ടിക്കുറച്ച് തൽക്കാലം കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വീഡിയോകൾ ഇത് എന്നോട് ഓണാഘോഷ പരിപാടിയുടെ കാര്യങ്ങൾ ഇടണമെന്ന് പറഞ്ഞത് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ